എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്കെങ്കിലും ഇതൊക്കെ അറിയണമെന്നൊരു ആഗ്രഹം കാണും. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാലുണ്ടല്ലോ തിരക്കോട് തിരക്കാം. എന്തൊക്കെ ചെയ്താലും തീരത്തില്ല. എത്ര ചെയ്താലും തീരത്തുമില്ല. ഇപ്പോൾ സമയം എന്താ, 8:15. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതെല്ലാം തീർന്നു. ഇനി കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് വെച്ച് മീൻകറിയും വെച്ച് തിലോപ്പിയോ അങ്ങനെ അങ്ങോട്ട് പറയുന്ന മീനുണ്ടല്ലോ, അപ്പോൾ അതും കറിയാക്കി കുറച്ച് വറുത്ത് ചോറുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിപ്പുരകൾ നമുക്ക് കാണാം. ഇതൊരു സുഖമാണല്ലേ, നമ്മുടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ ചൂട് സഹിക്കാൻ വയ്യുന്നേ. അവിച്ചിലാണ്. ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളങ്ങ് വിയർത്തങ്ങ് ഒഴുകുക. അതാണ് അവസ്ഥ. ഞാൻ പിന്നെ ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഫാൻ അണച്ചു വെച്ചേക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് വിയർക്കും. ഫാൻ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ക്ലിയർ ആകത്തില്ല. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടേ സ്റ്റാർട്ടാക്കാം. എല്ലാവരെയും പുറത്തിറക്കി ഞാൻ കഥ അടച്ച് വന്നൊന്ന് ശല്യം ചെയ്യും. വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരോടും പുറത്ത് പോയിരിക്കാൻ പറഞ്ഞ് ഇവിടെ അച്ഛനും മക്കളും ഒക്കെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. ഇനിയിപ്പോൾ ഒരു 10 മണിയാകും വല്ലതും കഴിക്കാനായിട്ട്. അപ്പം ഞാൻ മീൻ വെട്ടിയൊക്കെയാണ് കൊണ്ടുവന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വെട്ടാതെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വെട്ടാതെയൊക്കെ കൊണ്ടുവന്നത്. ഇപ്പം പക്ഷേ നാട്ടിലും വെട്ടിയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഇതിപ്പം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അതിനി എടുത്ത് കറിയാക്കിയാൽ മാത്രം മതി. ചോറായിരിപ്പുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ അങ്കത്തട്ടിലോട്ട് പ്രവേശിക്കാൻ പോവാം. അപ്പം നിങ്ങൾക്കും നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഫ്രഷ് മീനാണ് കേട്ടോ. ഫ്രീസറിലൊന്നും ഇരുന്നതല്ല. പാത്രങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഉള്ള പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി വെച്ചേക്കുക. പിന്നെ ഇതാ നമുക്ക് ചോറ് മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഇത് വൃത്തിയാക്കണം. വേറൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ടൊന്ന് ഒരുമി എടുത്താൽ മാത്രം മതി കേട്ടോ. ഫ്രീസറിൽ വെച്ചില്ല, അതുകൊണ്ട് എളുപ്പമുണ്ട്. ചെറിയ ചെതുമ്പലൊക്കെ ഉള്ളൂ, വലുതായിട്ടില്ല. എന്നാലും വൃത്തിയാക്കണം. ഇവിടെ അഴുക്കുണ്ട് നന്നായിട്ട്. ഇങ്ങനെ പിച്ചാത്തി മാത്രം പോരെ, ഇടയ്ക്ക് കത്രികയും കൂടെ വേണേ ഇതിൻ്റെ തലയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനായിട്ട്. ഇതാ ചെതുമ്പലൊക്കെ ഒരുമാതിരി കളഞ്ഞ് ആകമൊക്കെ ഒരുമാതിരിയൊക്കെ വൃത്തിയായി. ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇത്രയൊക്കെ വൃത്തിയാക്കി. ഇനി ഒന്ന് ഉപ്പിട്ടൂടെ ഒന്ന് ഉരുമിയെടുക്കണം. അമ്പാടിയോടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, എന്തൊക്കെയോ അലയ്ക്കുന്നു. അത് നിങ്ങൾക്ക് ഇടയ്ക്ക് കേൾക്കാം. നന്നായിട്ട് പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഉരുമിയെടുത്തതാണ്. പിന്നെ ഇങ്ങനെയും കൂടെ നോക്കുമ്പോൾ ഓക്കെ ആവും. കയ്യോടെ ഇവിടെ എല്ലാം കഴുകിയില്ലെങ്കിൽ വാടയാണ് ഭയങ്കര. കത്രികയും സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ പിന്നെ എടുക്കുമ്പം എന്തോ വാട. ഓ ഓക്കെ. ചായ കുടിച്ച് ഗ്ലാസ്സുമായിട്ട് വേണ്ട. എത്ര കഴിയാലും ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അങ്ങോട്ട് വലിയ വൃത്തി വരുന്നില്ല. ഓരോരുത്തരായിട്ട് ഉപയോഗിച്ച് പോകുന്നേ ഇല്ലയോ. അങ്ങനെ വരുമ്പോൾ പിന്നെ വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്തിട്ടല്ലേ നമുക്കൊക്കെ തരുന്നത്. ഞാൻ ഹാൻഡ് വാഷ് ലിക്വിഡ് ഉണ്ടേ, നല്ല മണമുള്ള, അതിട്ട്, അല്ലെങ്കിൽ വാട പോവില്ല. വെള്ളം പോകാൻ പാടാ, കെട്ടിക്കിടക്കുവാണ്. ഇനി കുറേ അതിൻ്റെ അടിക്കൊക്കെ ഒന്ന് വൃത്തിയാക്കണം, എന്നാലേ അത് വെള്ളം പോവുള്ളൂ. അപ്പം എന്താ ഞാൻ വറക്കാനായിട്ട് കുറച്ചെടുത്തു. പിന്നെ ഇവിടെ കറി വെക്കുമ്പോൾ വലിയ കഷ്ണം ഈ മീനായതുകൊണ്ട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച്, അത്താഴത്തിന് മാത്രം മതിയല്ലോ കറി. അതുകൊണ്ട് ഇത്ര എണ്ണ എല്ലാത്തിനും കൂടി തലയെടുത്തു. വറക്കാൻ എന്താ ഇത്ര എടുത്തിന് മസാല തേക്കാം. ഇനി ഇതെല്ലാം അതാത് സ്ഥലത്തെ പറക്കി വെച്ചെങ്കിൽ സ്ഥലമില്ലാതെ വരും എനിക്ക് ഓരോന്ന് ചെയ്യാനായിട്ടേ. പുട്ടൊക്കെ ഉണ്ടാക്കിയതിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ പറക്കി വെച്ചില്ലെങ്കിൽ ഇത് അതാത് സ്ഥലത്ത് നോക്കുമ്പോൾ എളുപ്പമാവുമല്ലോ ജോലികളെ. നാളെ എടുക്കാനായാലും ഇത് അമ്പൂട്ടൻ്റെ ടിഫിൻ ബോക്സ്. ഇനിയിപ്പം സൺഡേ മതിയല്ലോ. അപ്പം ഇനി ഇതെല്ലാം വെള്ളമൊക്കെ തോന്നേ. അപ്പം ഞാൻ അകത്തോട്ട് പറക്കി വെക്കാനാണ്.
കുറച്ച് വടക്കംപുളി എടുത്തേ കഴുകി വെള്ളത്തിലോട്ടിട്ട്. മീൻ വറക്കാനായിട്ടുള്ള മസാല കൂട്ട ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അരപ്പങ്ങ് തേക്കാൻ. അരപ്പ് പിടിക്കാൻ കുറച്ച് പാടാണ്, ഫ്രഷ് മീനായതുകൊണ്ടേ. അപ്പോൾ ഈ നേരത്തെ കുറച്ച് തേച്ച് ഫ്രീസറിലോട്ട് അങ്ങനെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് മീൻകറി ആക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്യാം. അതാണ് നല്ലത്, അല്ലെങ്കിൽ അരപ്പ് പിടിക്കില്ല. ഫ്രഷ് മീനാകുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, പിടിക്കാൻ താമസം വരും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഫാൻ ഓഫ് ചെയ്യും. അല്ലാതെ ഞാൻ വോയിസ് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഫാൻ്റെ സൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മളെല്ലാത്തിലും മസാലയൊക്കെ പുരട്ടി ഇനി ഇതങ്ങ് ഫ്രീസറിലോട്ടങ്ങ് വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ശകലം പോലും പിടിക്കുന്നില്ല. ഒരു 10-15 മിനിറ്റ് മീൻകറി ആവാനുള്ള സമയമുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇരിക്കട്ടെ. കറിക്കൊരു അരപ്പാക്കാനായിട്ടേ ഇത്രയൊക്കെ ഐറ്റങ്ങളാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചിയും തക്കാളിയും, ഇഞ്ചിയൊക്കെ കുറച്ച് മതി. വൃത്തിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ കൂടെ അരിഞ്ഞെടുത്ത് ഇതിനി മിക്സിയിലോട്ട് വേണം. അതിൻ്റെ കൂടെ മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി ഇട്ടങ്ങ് അരയ്ക്കാനാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇരട്ടെ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മൾ ഉലുവ ഇടും കേട്ടോ. അത് മൂക്കുമ്പോഴത്തേക്കേ ഈ മസാല പുരട്ടി വെച്ചേക്കുന്ന മീനൂടെ എടുത്ത് അങ്ങ് വറക്കാനിടാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ടേ. ഞാൻ ഉച്ചയ്ക്ക് മീൻ വറുത്ത എണ്ണയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അതിനകത്തോട്ട് തന്നെ ഇടുക. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളവും മൊത്തം ഇടണ്ട, മൊത്തം പുളി ഇടണ്ട, കാരണം പുളിപ്പ് കൂടിപ്പോവും. ആ വെള്ളം ഒഴിച്ചിട്ട് 2 പുളിയും കൂടി ഇടാം. ഇത് 6 കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് മീനൊഴിച്ചിട്ട് മൊരിയുന്നുണ്ട്. പൊട്ടിട്ടുണ്ട് പുറപ്പാളം. ഇനിയിപ്പം മീൻ പറക്കിയിടാം. തല മാത്രമേ ഉള്ളൂ. നമുക്ക് അത്താഴത്തിനൊരു ഒഴിച്ച് കറി അത് മതി. മീൻ വറുത്ത ഉണ്ടല്ലോ, ഇവിടെ വളരെ കുറച്ച് മതി കേട്ടോ കറികളൊക്കെ. ഇത് തിരിച്ചിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ താഴെ പോയതിനിപ്പോൾ കണ്ടോ, അടിപൊളിയാട്ടോ. അടുത്ത ചെറിയ പീസുകളൂടെ ഇടാം. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം കേട്ടോ. ഞാൻ തമ്പനയിൽ പറഞ്ഞില്ലേ നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനത്തെ പറ്റി. അപ്പോൾ അതെന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഉള്ള വീഡിയോസൊന്നും വലിയ വ്യൂസൊന്നും ഇല്ലല്ലോ. ചാനൽ മോണിറ്റൈസായിട്ട് കുറേ ആയി. അപ്പോൾ നമ്മുടെ മീൻകറിയും ചോറും ഒക്കെ റെഡിയായേ. ഇനിയപ്പോൾ നമുക്ക് വിളമ്പുവാണ് കേട്ടോ. അപ്പോൾ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്കുള്ള വീഡിയോയ്ക്ക് വ്യൂസ് കൂടെ വേണമല്ലോ. അതുകൊണ്ട് തന്നെ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ളൊരു വരുമാനം നമുക്ക് കിട്ടുന്നില്ല. പിന്നെ വീണ്ടും എന്തിനാ ചെയ്യുന്നേ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ നമുക്കതൊരു സന്തോഷവും കൂടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരു തോന്നലുണ്ടാവുന്നതും വീണ്ടും ചെയ്യുന്നതും. പിന്നെ ഒന്നും കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അത് കള്ളാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചില്ലറകൾ അത്രയേ ഉള്ളൂ. മീൻകറിയും ചോറുമൊക്കെ അടിപൊളിയായിട്ടുണ്ട്, കഴിക്കുകയാണ്. മീൻകറിക്ക് നല്ല എരിയുണ്ടേ, നല്ല എരിയുന്നു. കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.